ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കൂട്ടക്ഷരം 2 കൂട്ടക്ഷരമാണ്. വളരെ എളുപ്പമാണ്. നമ്മൾ മടയൻ എന്ന് പറഞ്ഞ കഥയിൽ പഠിച്ചു പോയിട്ടുള്ള 2 കൂട്ടക്ഷരങ്ങളാണ്. അതുകൊണ്ട് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് 2 കൂട്ടക്ഷരം ടീച്ചർ ഇന്ന് ക്ലാസ്സിൽ എടുക്കുകയാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം നോക്കിയേ, ഇതേതാണ്? ള അല്ലേ? ള. ഇതേതാണ്? ട. ഓർമ്മയില്ലേ? ള ട. ഓക്കെ, യെസ്. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധയോടെ ഇരിക്കണം. ഓക്കെ, ഇതെന്താണ്? വേ ള അം. എന്താ? ളം. വെള്ളം. എന്താണ്? വെള്ളം. വാട്ടർ. ഓക്കെ, അടുത്തത് ശ്രദ്ധിച്ചിരിക്കുക. വള്ളം. എന്താണ്? വള്ളം. വ്യത്യാസം മനസ്സിലായോ? ഇവിടെ നമ്മൾ ഈ ചിഹ്നം ചേർത്തു. ഇവിടെ അങ്ങനെ ഒരു ചിഹ്നം ഇല്ല. കണ്ടോ? ഇത് വെള്ളം, കുടിക്കുന്നത് അല്ലേ? വാട്ടർ. ഇതെന്താണ്? വള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ബോട്ട്, വഞ്ചി. മനസ്സിലായോ? വഞ്ചി, അതാണ് വള്ളം. മാറിപ്പോവരുത് കേട്ടോ. വെള്ളം എന്താണ്? വേ വേ വേ. വെള്ളം നമ്മൾ കുടിക്കുന്നത് അല്ലേ? വെള്ളം. ഇത് വള്ളം, വ. ഇത് വ, ഇത് വേ. വള്ളം, വെള്ളം. വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. വള്ളം എന്താണ്? ചെറിയ വഞ്ചി, സ്മോൾ ബോട്ട്. വഞ്ചി ആണ് സ്മോൾ ബോട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തത് ക ള ഇൻ. എന്താണ്? കള്ളൻ. യെസ്, കള്ളൻ, തീഫ്. അടുത്തത് വള്ളി. എന്താണ്? വള്ളി. അടുത്തത് മ ഴ തു ളി. എന്താണ്? മഴത്തുള്ളി. എന്താണ്? റെയിൻ ഡ്രോപ്സ്. എന്താ? റെയിൻ ഡ്രോപ്പ്, അതാണ് മഴത്തുള്ളി. ഇപ്പൊ നോക്കിയേ, ള. എന്താണ്? ള എന്ന് പറഞ്ഞേ. ള. വള്ളം. ഇതാണ് വള്ളം. ഇത് വെള്ളം. വെള്ളം, വള്ളം, കള്ളൻ, വള്ളി, മഴത്തുള്ളി. എന്താണ്? മഴത്തുള്ളി. ഇനി വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ തള്ളപ്പൂച്ച. മനസ്സിലായോ? തള്ളപ്പൂച്ച. കുഞ്ഞിപ്പൂച്ചയുടെ അമ്മേനെയാണ് പറയുന്നത് തള്ളപ്പൂച്ച. ഒന്ന് എഴുതി നോക്കിയാലോ. ത ള പൂ ച. തള്ളപ്പൂച്ച. വേറൊരു വാക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തള്ളിയിട്ടു എന്ന് പറഞ്ഞാൽ എന്താ? പുഷ് ചെയ്തു, തള്ളിയിട്ടു. കണ്ടാ? ള. ഓക്കെ, ള നമ്മൾ ഓൾറെഡി മടയൻ എന്ന് പറഞ്ഞ സ്റ്റോറിയില് നമ്മൾ പഠിച്ചതാണ്. ഒപ്പം എന്താണ്? ഇപ്പൊ ഈ ക്ലാസ്സിൽ കുറച്ചുകൂടി ഉദാഹരണങ്ങൾ ചേർത്ത് പറയുന്നു. ഓക്കെ, ഇനി അതേപോലെ തന്നെ മറ്റൊരു കൂട്ടക്ഷരമാണ്. ഏത്? ട. ഇതാണ് ട. ഓക്കെ, പഠിച്ചതാണ് നമ്മൾ. നോക്കാം. പാറ്റ. എന്താ?
പാറ്റ. പാറ്റയെ കാണാത്തവരാരും ഇല്ലല്ലോ. അടുത്തത് തെറ്റ്. എന്താ തെറ്റ്? എന്താണ് തെറ്റ്? തെറ്റെന്ന് പറഞ്ഞാ എനിക്ക് തെറ്റ് പറ്റി, മിസ്റ്റേക്ക് പറ്റി, തെറ്റ്. ഓക്കെ. അടുത്തത് പറ്റം. പറ്റം എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടം. ടീച്ചർ പറഞ്ഞു ചെറിയ ക്രൗഡ്, ഒരു കൂട്ടം. അടുത്തത് കാറ്റ്. എന്താണ്? കാറ്റ് അല്ലെ? വിൻഡ് അല്ലെ? കാറ്റ്. മാറ്റം. മാറ്റം എന്താണ്? മാറ്റം, ചേഞ്ച് അല്ലെ? ഒരു ചേഞ്ച് വേണം എന്ന് പറയാതെ ഒരു മാറ്റം വേണം. 6 കുറ്റം. കുറ്റം എന്ന് പറഞ്ഞാൽ തെറ്റ് എന്നതുപോലെ തന്നെയാണ് അർത്ഥം. കുറ്റം, ഒരു കുറ്റം ചെയ്യുക, ഒരു തെറ്റ് ചെയ്യുക. മനസ്സിലായ? അങ്ങനെ എടുത്താൽ മതി. ഇപ്പൊ നോക്കിയേ, പാറ്റ, തെറ്റ്, പറ്റം, കാറ്റ്, മാറ്റം, കുറ്റം. ഉണ്ടോ? പിന്നെ നമ്മൾ ഓരോരോട് പഠിച്ചിരുന്നു. മുറ്റം. മുറ്റം അല്ലേ? മുറ്റം. ഓക്കെ. അപ്പോൾ ഈ 2 അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? കൂട്ടക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. ഇത് 2 കൂടെ ഒരു ക്ലാസ്സിൽ എടുക്കാൻ കാരണം മുന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത് കൊണ്ട്, എളുപ്പമായതുകൊണ്ടുമാണ് നമ്മൾ എടുത്തത്. ഓക്കെ. അപ്പോൾ വായിക്കുക. വായനയുടെ മാത്രമേ നമുക്ക് അക്ഷരങ്ങളും ചിഹ്നങ്ങളും വാക്കുകളൊക്കെ പരിചിതമാവുള്ളൂ. മാത്രമല്ല വാക്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് സ്ഥിരമായി അത് ഉപയോഗിക്കണം. ഒരു കാര്യം കൂടെ ടീച്ചർ പറയുകയാണ്, നിങ്ങൾ വീട്ടിൽ വായിക്കുന്നതിൻ്റെ കൂടെ മലയാളം സംസാരിക്കാനും ശ്രദ്ധിക്കണം. മനസ്സിലായോ? മലയാളം കൂടുതലായിട്ട് സ്ഫുടമായി സംസാരിക്കാൻ, നല്ല ക്ലിയർ ആയി സംസാരിക്കാൻ സാധിക്കണം. അതിന് എന്ത് ചെയ്യണം? മലയാള ഭാഷ കൂടുതലായിട്ട് ഉപയോഗിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ നിങ്ങൾ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ അടുത്ത്, ഇപ്പോൾ ചേട്ടൻ്റെ അനിയത്തിയുടെ അനിയന്മാരുടെ ആരുടെയെങ്കിലൊക്കെ അടുത്ത്, അച്ഛാ അതൊന്ന് എടുത്തു തരുമോ? അതൊന്ന് എടുത്തതാ, അങ്ങനെയല്ല പറയണ്ടേ, അതൊന്ന് എടുത്ത് തരുമോ? ഉണ്ടോ? വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ? അത് എടുത്തു തരുമോ എന്ന് ചോദിക്കാം. ഇനി ഈ അത്, ഇത് എന്ന് പറയുന്നതിന് പകരം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയണം. അപ്പൊ വാക്ക് ക്ലിയർ ആവും. മനസ്സിലായോ? എനിക്ക് ഭക്ഷണം എടുത്തു തരുമോ? വെള്ളം എടുത്ത് തരുമോ? അല്ലേ? നിങ്ങളിപ്പോൾ കുഞ്ഞു കുട്ടികളാ അല്ലേ? ഇപ്പൊ മേലെ കയറി വെള്ളമൊന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ? വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും അല്ലേ? അപ്പൊ എന്താ പറയണ്ടേ? അച്ഛാ എനിക്ക് വെള്ളം എടുത്തു തരുമോ? അമ്മേ എനിക്ക് ഭക്ഷണം തരാമോ? കണ്ടോ? അങ്ങനെ കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് പഠിക്കണം. അല്ലാതെ അതെടുത്തു തരുമോ, അതെടുത്തതാ, ഇതെടുത്തതാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് വ്യക്തമാവില്ല. ഭാഷ ക്ലിയർ ആയിട്ട് പഠിക്കാനും പറ്റില്ല. അപ്പൊ മലയാളം നല്ല രീതിയിൽ ഉപയോഗിച്ച് പഠിക്കുക. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാഷ ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റില്ല. ഭാഷ ഇപ്പോഴേ വ്യക്തമായി ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്കത് ശീലമായിട്ട് മാറുള്ളൂ. നല്ല ഭാഷ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മൾ വായിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങൾ. വായിക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെറുതെ പുസ്തകങ്ങൾ വായിച്ച് പോയാൽ മാത്രം പോരാ. നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? അത് ഭാഷയാണെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടാണ് അല്ലേ? ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വല്ലോണം പോണോ നല്ലോണം പോണോ? എങ്ങനെയാ വേണ്ടത്? നല്ലോണം ജീവിക്കണം അല്ലേ? വല്ലോണം ജീവിക്കാൻ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതിയാവും. പക്ഷെ നമുക്ക് എങ്ങനെ ജീവിക്കണ്ടേ? നല്ലോണം ജീവിക്കണം അല്ലേ? അപ്പൊ നല്ലവണ്ണം ഭാഷ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ അത് പറഞ്ഞ് ശീലിക്കണം. ഓക്കെ. പ്രാക്ടീസ്
പ്രാക്ടിക്കലായിട്ട് നിങ്ങളത് ഉപയോഗിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ്, വെറുതെ വായന മാത്രമല്ല, പ്രാക്ടിക്കലായിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളത് ഉപയോഗിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏതൊരു കാര്യവും ശീലമായിട്ട് മാറുള്ളൂ. ടീച്ചർ പറഞ്ഞ പോലെ നല്ലോണം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഓക്കെ, നന്ദി, ശുഭദിനം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.